പിന്നെ കനകം കുഴപ്പമില്ല, അവൻ കഴിഞ്ഞ പ്രാവശ്യം അഭിനയിച്ചപ്പോഴും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ ഏൽപ്പിച്ച നടി എങ്ങനെയാണെന്ന് അപ്പൊ അറിയാത്തത്? ആ കുട്ടി അഭിനയിച്ചില്ലെങ്കിൽ ആകെ കൊളാവട്ടോ. ആ നായികയുടെ കയ്യിലാണ് ഈ നാടകം ഇരിക്കുന്നത്. ഒന്നും ഇങ്ങോട്ട് വാടത്, എത്ര നേരം അത് ഇതെന്താ ഈ അഭിനയം എന്ന് പറഞ്ഞ കളിക്ക കുട്ടിക്കളിയത്? അതെ, ഈ നാടകം എന്ന് പറഞ്ഞാലേ എഴുതുമ്പോഴും വായിക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും ആദ്യം അഭിനയിക്കുന്ന ആൾ ആസ്വദിക്കണം, അനുഭവിക്കണം. എന്നാലേ പ്രേക്ഷകൻ ആസ്വദിക്കൂ, അനുഭവിക്കൂ. അവൻ നന്നായിട്ട് അനുഭവിച്ചോണ്ടിരിക്കന്നെ, അതെനിക്ക് മനസ്സിലായി. മണ്ണാങ്കട്ട ഇങ്ങനെയൊന്നും അഭിനയിച്ചാ പോരാ, നീ വായിക്ക്. നീ ഒന്ന് വായിക്ക്. അച്ഛനില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന ജയേഷ്ണനെ ലക്ഷ്മി അതിശയത്തോടുകൂടി നോക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ അവർ പരസ്പരം അങ്ങനെ നോക്കി നിൽക്കുന്നു. അതെ, നീ എങ്ങടെ പോണത്? നീ അതിന്റെ എരിവും പുളിയും കളയല്ലേ, നോക്കി നിന്നാ പോരാ. അപ്പൊ നേരത്തെ വായിച്ചല്ലേ, രണ്ടുപേരും പരസ്പരം വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഇങ്ങനെ വന്നു, എന്നിട്ടേ എല്ലാം മറന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ ലൈറ്റ് ഓഫ്, പിന്നെ കിസ് ചെയ്യണ മ്യൂസിക്കാണ്. എന്താ അമ്മാവന്റെ ഉദ്ദേശം? നാടകം സംവിധാനം ചെയ്യാ, അല്ലാതെ ഈ നാടകം തന്നെ സംവിധാനം ചെയ്യണമെന്ന് എന്താ എത്ര നിർബന്ധം? അല്ല, അവരെടുക്കണ നാടകല്ലേ ഇപ്പൊ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റൂ. വല്ല രാമായണത്തിലോ മഹാഭാരതത്തിലോ കഥ എടുത്താ മതി. ഞാൻ പറഞ്ഞതാ പുരാണം മതിയായിരുന്നു. അപ്പൊ അവർക്ക് ഇപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട നാടകം തന്നെ വേണം. എന്താ ചെയ്യാ? എന്നിട്ട് കെട്ടിപ്പിടിക്കലും ഉമ്മവക്കലും ഒക്കെ സീനുകൾ കുത്തി കയറ്റുക. അത് നാടകമാകുമ്പോ അതുണ്ടാവില്ലേ? പറ്റത്തില്ല അമ്മവ, ഞാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ നാടകം അഭിനയിക്കാൻ. ഒരു നായകനും പ്രേമിക്കുമ്പോ പിന്നെ പരസ്പരം തൊടും പിടിക്കൊക്കെ ചെയ്യില്ല. എന്താ ഈ നിൽക്കുന്ന ആരാ? ഈ നിൽക്കുന്നത് ആരാ? ജയകൃഷ്ണൻ. ഏത് ജയകൃഷ്ണൻ? ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടകത്തിലെ നായകൻ. വർഷങ്ങൾക്ക് ശേഷം നായികയെ കണ്ട് സന്തോഷപരിയനായി വരുന്ന ജയകൃഷ്ണൻ. കണ്ടോ, അമ്മാവന്റെ മനസ്സ് ഇത്രയും ചഞ്ചലപ്പെട്ടെങ്കിൽ ആ വരുന്ന പെണ്ണിവനെ കാമുകനായിട്ട് കാണൂലേ? കാണണം. കണ്ടില്ലെങ്കിൽ ഞാൻ ഈ നാടകത്തിൽ കേട്ടില്ല. അവളെ കാമുകനായിട്ട് കാണണം, ഇവൻ അവളെ കാമുകയായിട്ട് കാണണം. അങ്ങനെ കാണാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നാ പറഞ്ഞത്. ഇത് പെണ്ണെ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? അഭിനയിക്കുമ്പോ കഥാപാത്രമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കണ്ട. അല്ല, ജീവിച്ചോട്ടെ, അവർ അയൽവക്കക്കാരനും അയൽവക്കക്കാരിയായിട്ട് ജീവിച്ചോട്ടെ. കാമുകനും കാമുകയും കണ്ടോടത്ത് അയൽവക്കക്കാരനും അയൽവക്കും കണ്ട കഥ വേറെ അല്ലേ കുട്ടിയത്? കഥ വേറെ ആർക്കോട്ടെ. ഈ വരുന്നവന്മാരെ എത്രക്കാരിയാന്ന് ആർക്കറിയാം? അമ്മാവൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കണോണ്ട് അമ്മാവൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തത്. ഈ നാടകത്തിൽ അഭിനയിക്കുന്നവർ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ മോശം ഞങ്ങളുടെ വിചാരം. അങ്ങനെ എല്ലാരും മോശക്കാരാന്ന് പറഞ്ഞില്ല, പക്ഷെ ഏട്ടൻ ഇങ്ങനെ അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ അങ്ങനെ അഭിനയിച്ചോണ്ട് കുഴപ്പം? വേണ്ട, എന്തിന് ഈ തൊട്ടും പിടിച്ചൊക്കെ കൊള്ളൂല്ല അത്. അതെ, നീ അവിടെ ഇരിക്കേ, പറയണേക്ക് അവിടെ ഇരിക്കേ. നാടകം കളിക്കണ്ടേ? ഒരു സംരംഭത്തിന് ഇറങ്ങുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും, അത് പരിഹരിക്കണം. കല്യാണം അവിടെ ഇരിക്കേ. നിങ്ങൾ രണ്ടാളും മാമൻ പറയട്ടെ, ഇങ്ങോട്ട് വാ വാ ഇവിടെ നടക്ക്. ഈ വാ നടക്കാം, ഞാൻ പറഞ്ഞുതരാം. നീ ഇതെന്താടി ബോധം വിവരമില്ല എനിക്ക്? ആമ്പിളിക്കുട്ട ഇരിക്കുമ്പോഴാണോ കനകേട്ട കെട്ടിപ്പിടിച്ച് അഭിനയിക്കരുത് എന്ന് പറയാ? അവനെന്താ തോന്നുക? നിനക്ക് നിന്റെ ഭർത്താവിന് വിശ്വാസമില്ല തോന്നില്ലേ? എനിക്ക് എന്റെ ഏട്ടനെ വിശ്വാസമൊക്കെ തന്നെ. വിശ്വാസമുള്ളവർ ഇങ്ങനെ പറയില്ല, എന്താ ആയിക്കോട്ടെ എന്നാ പറയാ. എന്റെ അമ്മാവ, ഇത് വിശ്വാസമില്ലായ്മയൊന്നും അല്ല. ഈ കണ്ണി കണ്ട പെണ്ണുങ്ങൾ വന്ന് തൊട്ടും പിടിച്ചൊക്കെ അഭിനയിക്കുമ്പോ എന്റെ ചെറുക്കം കളങ്കപ്പെട്ടു പോകുന്നു. എന്റെ അമ്മേ, എടി അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഈ നാട്ടിലെ കളങ്കപ്പെട്ടു പോകണം? നീ എത്ര സിനിമ കണ്ടിരുന്നു, സീരിയൽ കണ്ടിരുന്നു, നാടകം കണ്ടിരുന്നു. ഇതിലൊക്കെ നായകനും പാട്ടുപാടി അഭിനയിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിൽ വല്ല കുഴപ്പമുണ്ടോ? ഇനിയിപ്പോ കെട്ടിപ്പിടിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ആ സീനിൽ അച്ഛനും മോനും കൂടെ കെട്ടിപ്പിടിക്കട്ടെ. എന്താ ഈ പെണ്ണ് പറയണത്? നായകനും പ്രേമിക്കേണ്ട സ്ഥാനത്ത് അച്ഛനും മകനും കെട്ടിപ്പിടിച്ചിട്ട് എന്താ കാര്യം? ഇതൊന്നും പറ്റില്ല. അത് കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ അഭിനയിക്കണം. എന്തായാലും എന്റെ സഹായം വല്ലതും വേണോ? എന്നാ പിന്നെ ക്ലീറ്റോ ചേട്ടൻ നായകനായിട്ട് അഭിനയിക്കട്ടെ. നിങ്ങളിപ്പോ ആരും ഇങ്ങോട്ട് വിളിച്ച് എങ്ങോട്ടാ വന്നത്? പോ. ക്ലീറ്റോന്റെ പാർട്ടിയുടെ നാടകമാണോ ഇത്? ക്ലീറ്റോന് അഭിനയിക്കാൻ പറ്റുമോ? ക്ലീറ്റോന് അഭിനയിക്കാൻ പറ്റുമോ? അവനവന്റെ കാര്യം പറയുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ. ഇതേ അമ്മാവൻ എന്റെ ജീവിതം വെച്ചാട്ടാ കളിക്കുന്നത്. എടി, എങ്ങനെ ജീവിതം വെച്ച് കളിക്കണത്? നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഈ സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു തനി പൊട്ടയാണെന്ന്. ഇതിൽ അഭിനയിക്കുന്ന ഓരോ നടിക്കും ഭർത്താവുണ്ട്, ഓരോ നടനും ഭാര്യമാരുണ്ട്. അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാ. കലയോടുള്ള ബഹുമാനം കൊണ്ടും ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്.
അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഏട്ടൻ ആ പെണ്ണുമായിട്ട് കെട്ടിപ്പിടിക്കണമെന്ന് അഭിനയിക്കണ കാണാൻ എനിക്ക് പറ്റത്തില്ല. അമ്മാവ എന്ത് കാര്യത്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യണത്? എടി ഇത് കലയല്ലേ, നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും. എൻ്റെ ജീവിതം നീ കണ്ടിട്ടില്ല? എത്ര വർഷമായിട്ട് ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. എത്ര ക്ലബ്ബുകളുടെ, എത്ര സമിതികളുടെ, സംവിധാനം മാത്രം എത്ര നാടകത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറേ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥം വെച്ചൊരു നോട്ടോ അഴകേശം ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ വഴി തട്ടണവനാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് നാടക നടികളാവും. നിങ്ങൾ ഒറ്റത്തടിയായിട്ട് കിട്ടേണ്ട ആവശ്യം എനിക്ക് പറഞ്ഞ് എടാ, നിങ്ങൾ ഒരു കാര്യം ഇനി അഥവാ എൻ്റെ നാടകത്തിൽ ആർക്കെങ്കിലും അങ്ങനെ തെറ്റായിട്ട് വല്ല വിചാരമോ നോട്ടോ ഭാവം ഉണ്ടായാൽ അത് നീയായാലും ശരി വരുന്ന പെണ്ണായാലും ശരി, അന്ന് ചവിട്ടി പുറത്താക്കും ഞാൻ. കല എന്ന് പറഞ്ഞ അത്രയും പവിത്രമായിട്ടുള്ളതാണ്. അതിന് ഭക്തിയോടെ കൂടി വേണം കാണാൻ. അഴകേശനെ കണ്ടുപിടിക്കുക. ഇന്ന് വരെ ജീവിതത്തിലെ കലാജീവിതത്തിലെ ഒരു ചീത്തപ്പേര് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതുണ്ടാക്കാൻ ഞാൻ ആരും അനുവദിക്കില്ല. ഇതിപ്പോ അമ്മാവൻ പറഞ്ഞ പോലെ അമ്മാവനെ പോലെ നിങ്ങൾ മുമ്പോട്ട് പോകാനാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അതല്ല അമ്മാവൻ പറയണ കേട്ട് നിന്നോളണം. പിന്നെ ഞാനല്ലേ നിൽക്കണേ, എന്റെ മുമ്പിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കൊന്നും വേണ്ട, കയ്യേലൊക്കെ പിടിച്ച്. ആ എന്നാ പിന്നെ നിങ്ങളുടെയും കൂടി ഭാഗം കണ്ടിട്ട് ഞാൻ കുറച്ചൊക്കെ ഒരു മയപ്പെടുത്താം, ചില രീതികളൊക്കെ ഒന്ന് മാറ്റാം. കുഴപ്പമില്ലല്ലോ. എപ്പോഴാണ് ലക്ഷ്മി വരിക? ലക്ഷ്മിയാ? കവിത. കവിതയാണോ മല്ലികയാണോ ജയന്തിയാണോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ ലക്ഷ്മി എന്ന കഥാപാത്രമാണ്. ഇവിടെ കഥാപാത്രത്തിനാണ് പ്രസക്തി. ഇപ്പൊ വരുമല്ലോ അല്ലേ? ഇപ്പൊ നീ കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തു വെക്കും. വെള്ളം ചൂടാക്കിയിട്ടേക്കുവാ. ആ പിന്നെ വീണ്ടും ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അഭിമാനത്തിനെങ്ങാനും ക്ഷതം വരുത്തിച്ചാൽ അറിയാലോ. ആ ഇരുന്ന് പഠിക്കണോ? ഇത് മൊത്തം ഒന്ന് ഉഴുത് മറച്ചിട്ട് ഒരുപാട് പണിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പട കുളവും കേട്ടാ.